ജോയ്സ് ഡാനിയലുണ്ട്. സിന്ധു നദീജല കരാറിലെ കുറിപ്പുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ. ജോയ്സ് ഡാനിയൽ, ഇപ്പോൾ സിന്ധു നദീജല കരാറുമായി ബന്ധപ്പെട്ട് ഇന്നലെ ഉന്നതതല യോഗം ചേർന്ന ശേഷം ആഭ്യന്തരമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള യോഗത്തിന് ശേഷം ചില തീരുമാനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ത്രിതല പദ്ധതി, അതായത് ഈ കരാർ റദ്ദാക്കുന്നതുമായി ബന്ധപ്പെട്ട് 3 തലത്തിലാണ് നടപടികളിലേക്ക് രാജ്യം കടക്കുന്നത്. ഡാമിലെ ജലനിരപ്പ് ഉയർത്തുന്ന അടക്കമുള്ള ആലോചനകളിലേക്ക് പോകുന്നു. എങ്ങനെയാണ് ഈ സമ്മർദ്ദം ആലോചിക്കുന്നത്? സ്മൃതി, പ്രധാനമായും പാകിസ്ഥാനിലേക്ക് ഇതുവരെ ജലം നൽകിക്കൊണ്ടിരുന്ന സിന്ധു നദി കരാർ അത് മരവിപ്പിക്കാനുള്ള തീരുമാനം കഴിഞ്ഞ ദിവസം കേന്ദ്ര സർക്കാർ എടുത്തിട്ടുണ്ടായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയാണ് കഴിഞ്ഞ ദിവസം നടന്നിരുന്നത്. അത് അമിത്ഷായുടെ വസതിയിലായിരുന്നു. ഈ യോഗത്തിൽ കേന്ദ്ര ജലവകുപ്പ് മന്ത്രിയും ഒപ്പം തന്നെ വിദേശകാര്യമന്ത്രിയും ഒക്കെ തന്നെ പങ്കെടുത്തിരുന്നു. അപ്പോൾ എങ്ങനെ ഈ ജലം പാകിസ്ഥാനിലേക്ക് എത്താതിരിക്കാനുള്ള നടപടികൾ എങ്ങനെ വേണം എന്നതിനെ പറ്റിയാണ് ഈ യോഗത്തിൽ പ്രധാനമായും ആലോചന ഉണ്ടായത്. അതിൽ ലോകബാങ്കിനെ ഇക്കാര്യം ആദ്യം അറിയിക്കുക, മരവിപ്പിച്ച നിലപാട് ലോകബാങ്കിനെ അറിയിക്കുക എന്നുള്ളതാണ് ഈ യോഗത്തിൽ എടുത്ത തീരുമാനം. അതിനൊപ്പം തന്നെ ഒരു തുള്ളി വെള്ളം പോലും പാകിസ്ഥാനിലേക്ക് എത്താതിരിക്കാനുള്ള നടപടികളും ഈ ഒരു യോഗത്തിൽ തീരുമാനമായിട്ടുണ്ടായിരുന്നു. അതിനുവേണ്ടി പ്രത്യേക പദ്ധതികൾ, ഹ്രസ്വകാല പദ്ധതികളും ഒപ്പം തന്നെ ദീർഘകാല പദ്ധതികളും തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു നദി പോകുന്ന അതിലുള്ള അണക്കെട്ടുകളുമായി ബന്ധപ്പെട്ടുള്ള അണക്കെട്ടുകളുടെ ഈ ഒരു ജലസംഭരണ ശേഷി അത് ഉയർത്താനുള്ള നീക്കത്തിലേക്കാണ് പ്രഥമഘട്ടത്തിൽ പരിഗണന നൽകിയിരിക്കുന്നത്. അതിനൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട വിഷയം കരാറിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഈ അണക്കെട്ടുകളുടെ ജലസംഭരണ ശേഷി ഉയർത്തുന്നതിനൊപ്പം തന്നെ മറ്റു വഴികളും ഇതുമായി ബന്ധപ്പെട്ട് ആലോചിക്കുന്നുണ്ട്. ഈ ഒരു നദീജലം അത് ഒഴുകുന്നതുമായി ബന്ധപ്പെട്ട രീതിയിൽ അത് തടഞ്ഞു നിർത്താനും ഒപ്പം തന്നെ മറ്റു വഴി ഏതെങ്കിലും രീതിയിൽ ഈ ജലം ഇന്ത്യക്ക് വേണ്ടി ഉപയോഗിക്കുന്ന രീതിയിലേക്കുള്ള ചർച്ചകളും ഈ ഘട്ടത്തിൽ നടന്നതാണ് എന്ന് നമുക്ക് ലഭിക്കുന്നൊരു വിവരം. അങ്ങനെ ഈ സിന്ധു നദീജല കരാറുമായി ബന്ധപ്പെട്ട് കർശന നിലപാട് സ്വീകരിക്കുമ്പോൾ അത് പാകിസ്ഥാനെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയാണെന്ന കാര്യം സംശയമില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ കരാറിൽ നിന്ന് പിന്നോട്ട് പോയില്ലെങ്കിൽ വലിയ രീതിയിലുള്ള പ്രത്യാക്രമണം ഉണ്ടാകുമെന്നൊക്കെ തന്നെ പാകിസ്ഥാൻ പറയുന്നത്. ഈ ജലം എത്താതെ ആയി കഴിഞ്ഞാൽ പാകിസ്ഥാനെ അത് വലിയ രീതിയിൽ ബാധിക്കും. പ്രത്യേകിച്ചും കാർഷിക മേഖലയിൽ 80% ഈ നദിയുടെ ജലം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അവിടുത്തെ കർഷകർ തന്നെയാണ്. അപ്പോൾ അതിന്റെ ഭാഗമായിട്ടുള്ള ഭീഷണിയും ഇപ്പോൾ പാകിസ്ഥാനിൽ നിന്ന് വരികയാണല്ലോ ജെയ്സ്. ഇപ്പോൾ ബിലാവൽ ഭൂട്ടോ എന്താണ് ഭീഷണി മുഴക്കിയിരിക്കുന്നത്? അതുപോലെ ആണവായുധ ഭീഷണി കൂടി പാകിസ്ഥാൻ ഉയർത്തുന്നുണ്ട്. എന്താണ് മനസ്സിലാക്കാനാകുന്നത്? ആരാണ് അങ്ങനെ പ്രതികരിച്ചത്? സ്മൃതി, ഇത് പാകിസ്ഥാന്റെ നേതൃത്വം തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട് ചില പ്രതികരണങ്ങൾ നടത്തിയിരിക്കുന്നത്. അതിൽ പ്രധാനമായും പറഞ്ഞിട്ടുള്ളൊരു കാര്യം, പാകിസ്ഥാന്റെ കയ്യിൽ അണവായുധമുണ്ടെന്ന കാര്യം അത് ഇന്ത്യ മറക്കരുത് എന്നുള്ളൊരു മുന്നറിയിപ്പ് എന്ന രീതിയിലാണ് നൽകിയിരിക്കുന്നത്. പക്ഷേ അതൊന്നും ഇന്ത്യയിൽ വിലപ്പോകാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം ഈ ഒരു നദീ കരാറുമായി ബന്ധപ്പെട്ട് ജലം നൽകില്ല എന്നുള്ള തീരുമാനം എടുത്തത് കേന്ദ്ര സർക്കാരാണ്. അതിൽ നിന്നും പിന്നോട്ടില്ല എന്ന് അമിത്ഷാ ഉൾപ്പെടെ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ ശക്തമായ നിലപാടുമായി ഇന്ത്യ മുന്നോട്ട് പോകുന്നതിനിടയിൽ തന്നെയാണ് അത് പാകിസ്ഥാനിൽ വലിയ ആഭ്യന്തര പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്നുള്ള ബോധം അവർക്കുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യയെ വീണ്ടും പ്രകോപിപ്പിക്കുക എന്നുള്ള തീരുമാനമായി പാകിസ്ഥാൻ എത്തുന്നത്. അത്തരത്തിൽ പാകിസ്ഥാന്റെ ഉന്നത നേതൃത്വം തന്നെയാണ് ഇത്തരത്തിൽ അണുവായുധങ്ങൾ ഞങ്ങളുടെ പക്കലുണ്ട്, അത് വേണമെങ്കിൽ ഉപയോഗിക്കും എന്ന തരത്തിലേക്കുള്ള പരാമർശങ്ങൾ നടത്തുന്നത്. അവരുടെ ചോര ഒഴുക്കും എന്ന ഭീഷണിയാണ് ബിലാവൽ ഭൂട്ടോ നടത്തിയിരിക്കുന്നത്. അതൊരു പ്രസ്താവനയായിട്ട് വരികയാണോ അതോ എവിടെയെങ്കിലും പ്രസംഗിക്കുകയാണോ? പ്രസംഗമാണെന്നാണ് ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിൽ വ്യക്തത വരേണ്ടതുണ്ട്. എന്തായാലും പാക് പ്രകോപനം ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെയാണ് ഈ ഒരു ഭീകരവാദികളെ സംരക്ഷിക്കുന്ന നിലപാട് സ്വീകരിക്കുന്നുണ്ടെന്ന് പാകിസ്ഥാന്റെ പ്രതിരോധ മന്ത്രി തന്നെ നേരിട്ട് വ്യക്തമാക്കിയത്. അപ്പോൾ അത്തരത്തിലുള്ള പരാമർശങ്ങൾ പാകിസ്ഥാന്റെ മുൻ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. പ്രധാനമായും ഈ സിന്ധു നദീജല കരാർ അതിൽ നിന്ന് അത് മരവിപ്പിക്കാനുള്ള തീരുമാനം ഇന്ത്യ സ്വീകരിച്ച സാഹചര്യത്തിൽ അത് പാകിസ്ഥാനിൽ ഉണ്ടാക്കുന്ന വെല്ലുവിളി അത് വളരെ വലുതാണ്. പ്രത്യേകിച്ചും കർഷക പ്രതിഷേധമൊക്കെ തന്നെ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് വലിയ തിരിച്ചടിയാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. അതിനൊപ്പം തന്നെ ജമ്മു കാശ്മീർ മുഖ്യമന്ത്രിയും ഈ ഒരു കരാർ മരവിപ്പിച്ച തീരുമാനം അത് വളരെ നല്ല തീരുമാനമാണെന്നൊക്കെ പറഞ്ഞ് കേന്ദ്ര സർക്കാരിനെ അനുകൂലിച്ചുകൊണ്ട് ഈ ഘട്ടത്തിൽ മുന്നോട്ട് വരുന്നുണ്ട്. പ്രത്യേകിച്ചും ഈ കരാറിന്റെ ഗുണഭോക്താക്കളായി ഏറ്റവും കൂടുതൽ വരുന്നത് പാകിസ്ഥാൻ തന്നെയാണ്. കാരണം 80% ജലവും പാകിസ്ഥാനാണ് ഉപയോഗിക്കുന്നത്. 20% മാത്രമാണ് ഇന്ത്യക്ക് ഇതുവരെ കിട്ടിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഈ ഒരു കരാറിൽ മരവിപ്പിക്കുന്നതോട് തന്നെ കേന്ദ്ര സർക്കാരിന്റെ മേൽ വലിയ സമ്മർദ്ദം ചെലുത്താനുള്ള നീക്കമാണ് പാകിസ്ഥാൻ നടത്തുന്നെങ്കിൽ പോലും അതിന് വഴങ്ങേണ്ടതില്ല എന്ന് തന്നെയാണ് കേന്ദ്രത്തിന്റെ തീരുമാനം. അതുകൊണ്ട് തന്നെയാണ് ദീർഘകാല അടിസ്ഥാനത്തിലും ഒപ്പം തന്നെ ഹ്രസ്വകാല അടിസ്ഥാനത്തിലും ഒക്കെ തന്നെ പദ്ധതികൾ തയ്യാറാക്കി അണക്കെട്ടുകളിലെ ഈ ജലസംഭരണ ശേഷിയൊക്കെ ഉയർത്തിക്കൊണ്ട് കർശന നിലപാടുമായി കേന്ദ്രം മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുന്നു. അങ്ങനെ ശക്തമായ ഒരു തിരിച്ചടി ഈ സിന്ധു നദീജല കരാറുമായി ബന്ധപ്പെട്ട് പാകിസ്ഥാന് നൽകി കഴിഞ്ഞിരിക്കുന്നു. അതിൽ നിന്ന് പിന്നോട്ടില്ല. ഇനി പ്രധാനമായും ഭീഷണി വന്നിരിക്കുന്നത് ജോയ്സ് ഡാനിയൽ. ഇപ്പോൾ ഒന്നുകിൽ വെള്ളം ഇങ്ങോട്ട് ഒഴുക്കുക അല്ലെങ്കിൽ അവരുടെ രക്തമൊഴുക്കും എന്നുള്ള ഭീഷണിയാണ് പൊതു റാലിയിൽ പങ്കെടുത്തുകൊണ്ട് ബിലാവൽ ഭൂട്ടോ മുഴക്കിയിരിക്കുന്ന ഭീഷണി എന്നുള്ളതാണ്.